നമസ്കാരം. പ്രധാന വാർത്തകൾ. അധികാര തുടർച്ചയെ ചൊല്ലി ഗവർണർമാരും കേന്ദ്ര സർക്കാരും തുറന്ന പോരിലേക്ക്. UPA സർക്കാർ നിയമിച്ച ഗവർണർമാർ അധികാരമൊഴിയണമെന്ന് കേന്ദ്രം. രാജിവെക്കില്ലെന്ന് ഗവർണർമാർ. അസം ഗവർണർ JB പട്നായിക് രാഷ്ട്രപതിയെ കണ്ടു. പ്രതികരിക്കാനില്ല എന്ന് ഷീല ദീക്ഷിത്. റെയിൽവേ യാത്രാക്കൂലിയും ചരക്കുകൂലിയും കൂട്ടാൻ കേന്ദ്ര സർക്കാരിന്റെ നീക്കം. വർധന ബജറ്റിൽ പ്രഖ്യാപിച്ചേക്കും. കേന്ദ്രമന്ത്രിമാരിൽ നരേന്ദ്രമോദി പിടി മുറുക്കുന്നു. ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെ 8 മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനം പ്രധാനമന്ത്രിയുടെ ഓഫീസ് തടഞ്ഞു. മുത്തൂറ്റ്, മണപ്പുറം തുടങ്ങിയ വൻകിട ധനകാര്യ സ്ഥാപനങ്ങൾ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്ന് ആഭ്യന്തരമന്ത്രി നിയമസഭയിൽ. സ്ഥാപനങ്ങൾക്കെതിരെ പരാതിയുണ്ട്. കോളേജ് മാഗസിനിൽ നരേന്ദ്രമോദിയെ മോശമായി ചിത്രീകരിച്ചതിന് കേസെടുത്തത് അംഗീകരിക്കുന്നില്ല എന്നും ചെന്നിത്തല. മോദി തിന്മയുടെ പ്രതീകമെന്ന് പിണറായി വിജയൻ. സഭയിൽ ഹാജർ രേഖപ്പെടുത്താതിരുന്ന MA ബേബിയുടെ നടപടി വിവാദത്തിലേക്ക്. ഹാജർ രേഖപ്പെടുത്താതെ ധനാഭ്യർത്ഥന ചർച്ചയിൽ പങ്കെടുത്തത് ചട്ടവിരുദ്ധമെന്ന് സ്പീക്കറുടെ റൂളിംഗ്. രേഖാമൂലം ആവശ്യപ്പെട്ടാൽ ഒപ്പുവെക്കാൻ അനുവദിക്കുമെന്നും സ്പീക്കർ. രജിസ്റ്ററിൽ ഒപ്പുവെക്കാതിരുന്നത് അറിവില്ലായ്മ കൊണ്ടെന്ന് MA ബേബി. കാലവർഷം ദുർബലമായതോടെ സംസ്ഥാനം കടുത്ത വൈദ്യുത പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു. 8 ദിവസത്തെ വൈദ്യുതോൽപാദനത്തിനുള്ള വെള്ളം മാത്രമാണ് ഇപ്പോൾ അണക്കെട്ടുകളിൽ ഉള്ളത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 28% കുറവ് മഴയാണ് ഇതുവരെ ലഭിച്ചത്. വൈദ്യുത പദ്ധതികൾ കൂടുതലുള്ള ഇടുക്കിയിൽ 40% കുറവ്. ഇതോടെ നീരൊഴുക്കും കുറഞ്ഞു. ഇപ്പോൾ കേരളത്തിലെ എല്ലാ ജലവൈദ്യുത പദ്ധതികളുമായി ആകെയുള്ളത് 510 ദശലക്ഷം യൂണിറ്റ് വെള്ളം. ഇത് സംഭരണശേഷിയുടെ 12% മാത്രമാണ്. ഇന്നലെ സംസ്ഥാനത്ത് ഉപയോഗിച്ചത് 58 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി. ഇത് പ്രകാരം ഇപ്പോഴുള്ള വെള്ളം ഉപയോഗിച്ച് 8 ദിവസത്തേക്ക് വേണ്ട വൈദ്യുതി മാത്രമാണ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുക. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 696 ദശലക്ഷം യൂണിറ്റ് വെള്ളമുണ്ടായിരുന്നു. ഇടുക്കി പദ്ധതിയിൽ ഇപ്പോൾ സംഭരണശേഷിയുടെ 16% വെള്ളം മാത്രമേ ഉള്ളൂ. അതായത് 348 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം. സംസ്ഥാനത്ത് ഇന്നലെ ഉപയോഗിച്ച വൈദ്യുതിയിൽ ഇവിടെ ഉൽപ്പാദിപ്പിച്ചത് 19.89 ദശലക്ഷം യൂണിറ്റ് മാത്രമാണ്. ബാക്കി 38.23 ദശലക്ഷം യൂണിറ്റും പുറത്തുനിന്ന് വാങ്ങിയതാണ്. വർഷകാലത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ സാധാരണ കുറവുണ്ടാകാറുണ്ട്. എന്നാൽ ലോകകപ്പ് കാരണം ഇക്കുറി ഈ കുറവും ഉണ്ടാകുന്നില്ല. കാലവർഷം ദുർബലമായി തുടരാനാണ് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളുടെ നിഗമനം. കാലവർഷം സഹായിച്ചാലേ ലോഡ് ഷെഡിംഗ് പിൻവലിക്കാനാവൂ എന്ന് സർക്കാരും പറയുന്നു. അതിനാൽ സ്ഥിതി ഗുരുതരമായി തുടരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മുഹമ്മദ് അസ്ലം, മീഡിയ 1, തിരുവനന്തപുരം. ഇക്കാര്യമാണ് സ്പെഷ്യൽ എഡിഷൻ ഇന്ന് ചർച്ച ചെയ്യുന്നത്. CR നീലകണ്ഠൻ, പരിസ്ഥിതി പ്രവർത്തകൻ, കൊച്ചിയിലുണ്ട്. ശ്രീ VP രാധാകൃഷ്ണൻ, ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷന്റെ വൈസ് പ്രസിഡന്റ്, അദ്ദേഹവും കൊച്ചി സ്റ്റുഡിയോയിലുണ്ട്. മുൻ വൈദ്യുതി മന്ത്രി AK ബാലനെ ടെലിഫോണിൽ പ്രതീക്ഷിക്കുന്നു. KSEBയുടെ മുൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KR ഉണ്ണിത്താനും അഡ്വക്കേറ്റ് ബാബു പ്രസാദ്, KSEBയുടെ ബോർഡിന്റെ അനൌദ്യോഗിക അംഗം അഡ്വക്കേറ്റ് ബാബു പ്രസാദ് കൂടെ ടെലിഫോണിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കും. ആദ്യം ശ്രീ KR ഉണ്ണിത്താൻ, യഥാർത്ഥത്തിൽ സമീപകാലത്തൊന്നും ഉണ്ടാകാത്ത വിധത്തിലുള്ള പ്രതിസന്ധി തന്നെയാണോ നമ്മുടെ നാട് നേരിടുക വൈദ്യുതിയുടെ കാര്യത്തിൽ? ഇക്കാര്യത്തിൽ എനിക്കൊരു ആക്ഷേപമുള്ളത്, ഈ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ മഴയില്ലായ്മ കൊണ്ട് മാത്രം, അഥവാ മഴ കുറയുന്നത് കൊണ്ട് മാത്രം ഉണ്ടായിട്ടുള്ളതല്ല. ഈ പ്രതിസന്ധി പ്രതീക്ഷിക്കപ്പെട്ടിരുന്നതാണ്. പലപ്പോഴും വലിയ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും വരുമ്പോൾ മാത്രമാണ് പലപ്പോഴും മാധ്യമങ്ങൾ ഇത് ചർച്ചയ്ക്ക് വിധേയമാകുന്നത് മാത്രം. ഉദാഹരണത്തിന് ഈ കാര്യത്തിൽ തന്നെ എടുത്താൽ 18 പവർ സർവേ അനുസരിച്ച് നമുക്ക് 4000 മെഗാവാട്ട് വേണം. ഈ 4000 മെഗാവാട്ട് എന്ന് പറയുന്നത് ഈ വരുന്ന മധ്യവേനൽ അവധി സമയത്ത് അഥവാ വേനൽക്കാലത്താണ് 4000 മെഗാവാട്ട് വരിക. ഇപ്പൊ അല്പം കുറവാണ്. ഇപ്പൊ അല്പം കുറവാന്ന് പറയുമ്പോൾ തന്നെ 3400, 3500 മെഗാവാട്ട് നമ്മുടെ ആവശ്യകത ഇപ്പോഴുണ്ട്. ഈ 3400, 3500 മെഗാവാട്ടിൽ നമുക്ക് എത്രയാണ് ലഭ്യമാകുന്നത്? നമുക്ക് ലഭ്യമാകുന്നത് നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ എല്ലാ പവർ സ്റ്റേഷനും കൂടെ ഇപ്പൊ ലഭ്യമാകുന്നത് 1700 മെഗാവാട്ടാണ്. ആ 1700 മെഗാവാട്ടിൽ ചെറിയ പദ്ധതികൾ, അതായത് ഇടുക്കിയും മൂഴിയാറും ഒഴികെ, മൂഴിയാറ് ഇപ്പൊ പുതിയ ഷട്ട് ഡൗൺ വന്നതോടുകൂടി തന്നെ ഏതാണ്ട് 400-നടുത്ത് മെഗാവാട്ട്, 350-നും 400-നടുത്ത് മെഗാവാട്ടിന്റെ കുറവ് അതുകൊണ്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ബാക്കി വരുന്ന ഏതാണ്ട് 1700 മെഗാവാട്ടാണ് നമുക്കിപ്പോ ആകെ കൂടെ കിട്ടുന്നത്. അതിനോടൊപ്പം കേന്ദ്ര നിലയങ്ങളിൽ നിന്നുള്ള 1200 മെഗാവാട്ടും കൂടെ ചേർത്ത് 2900 മെഗാവാട്ട്, 3000 താഴെ മെഗാവാട്ട് മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. അത്
സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ ആവശ്യകതയായി തട്ടിച്ചു നോക്കുമ്പോൾ ഏതാണ്ട് 400-500 മെഗാവാട്ടിന്റെ കുറവ് വരികയാണ്. ഇത് കഴിഞ്ഞ ഓരോ വർഷത്തെ സ്ഥിതിയെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പുതിയ പദ്ധതികളില്ല, പദ്ധതികൾ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. ഈ 1200 മെഗാവാട്ട് കേന്ദ്ര നിലയങ്ങളിൽ കിട്ടുന്നത് കൂടാതെ മീഡിയം ടേം ഓപ്പൺ ആക്സസ് എന്ന് പറയുന്ന താൽക്കാലികമായിട്ട് വാങ്ങിക്കൂട്ടുന്നത്, അത് സംബന്ധിച്ചുള്ള കരാറ്, ഇതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി കൊണ്ടുവരുന്നതിനുള്ള ട്രാൻസ്മിഷൻ ലൈനുകൾ എന്ന് പറയുന്നത് വലിയ കുഴപ്പത്തിലാണ്. കാരണം അത് ഓവർലോഡഡ് ആണ്. ഇടനാഴികളുടെ ഓവർലോഡിങ് അഥവാ ഇടനാഴികളുടെ ഞെരുക്കം എന്ന് നമ്മൾ പറയപ്പെടുന്ന, കോറിഡോർ കൺസ്ട്രെയിൻസ് എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ ലിങ്കിന്റെ ഓവർലോഡ് എന്ന് പറയപ്പെടുന്ന ഈ സ്ഥിതിവിശേഷം കൊണ്ട് പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവരാനും കഴിയാത്ത സ്ഥിതിയുണ്ട്. ഇപ്പോ കർണാടക, ആന്ധ്രാപ്രദേശ് അടക്കം വരുന്ന സെക്കൻഡ് റീജിയനിലെ S1 റീജിയൻ, അതായത് സദേൺ റീജിയനകത്തെ S1 എന്ന് പറയുന്നത്, അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് വൈദ്യുതി കിട്ടേണ്ട വഴി എന്ന് പറയുന്നത് സേലത്ത് നിന്ന് ഉടുമൽപ്പെട്ട് വഴി കേരളത്തിലേക്ക് വരികയാണ്. ഹസൻ സേലം ലൈൻ ഓവർലോഡഡ് ആണ്. ഹസൻ കോളാർ ലൈൻ ഓവർലോഡഡ് ആണ്. പിന്നെ എങ്ങനെയാണ് അതുവഴിക്ക് S1 വഴിക്ക് സദേൺ റീജിയന്റെ ആദ്യത്തെ പ്രദേശം വഴി ഉള്ള വഴിക്ക് എങ്ങനെയാണ് നമുക്ക് വൈദ്യുതി കൊണ്ടുവരാൻ കഴിയുന്നത്? ഞാൻ തിരിച്ചു വരാം ശ്രീ കെ ആർ ഉണ്ണിത്താൻ. കൂടുതൽ വിവരങ്ങൾ താങ്കളിൽ നിന്നും ലഭ്യമാകേണ്ടതുണ്ട്. ശ്രീ അഡ്വക്കേറ്റ് ബാബു പ്രസാദ്, ഇതിപ്പോൾ മഴ കുറഞ്ഞതുകൊണ്ട് മാത്രമല്ല ഇപ്പോഴത്തെ പ്രതിസന്ധി എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ കാര്യങ്ങളെ സംബന്ധിച്ച് നേരത്തെ തന്നെ മുൻകൂർ ആസൂത്രണം മതിയായ അളവിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊരു പ്രതിസന്ധിയിലേക്ക് നാട് എത്തിച്ചേരുകയില്ലായിരുന്നു. സർക്കാരിൻ്റെ വകുപ്പ് മന്ത്രിയുടെ ദീർഘവീക്ഷണമില്ലാത്ത നടപടികളാണ് നാം നേരിടാൻ പോകുന്ന പ്രതിസന്ധി ഇരുൾകാലത്തിന്റെ കാരണമാകുന്നത് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? അല്ല, നമ്മുടെ ബഹുമാന്യ ആര്യാടൻ മുഹമ്മദ് വളരെ ദീർഘവീക്ഷണമുള്ള ഒരു മന്ത്രി തന്നെയാണ്. അത് കേരളത്തിന് വളരെ പ്രധാനപ്പെട്ട പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അതല്ല ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. ഇന്നലെ നമ്മളിവിടെ ഉപയോഗിച്ച വൈദ്യുതി പീക്ക് ടൈമിൽ 537 മെഗാവാട്ട് വൈദ്യുതിയാണ് ഇന്നലെ നമ്മൾ പീക്ക് ടൈമിൽ ഉപയോഗിച്ചത്. കഴിഞ്ഞ വർഷം ഈ ഒരു സമയത്ത് നമ്മൾ ഈ മഴക്കാല സമയത്ത് ജൂൺ ജൂലൈ മാസങ്ങളിൽ നമ്മൾ കേരളത്തിൽ ഉപയോഗിച്ചിരുന്ന വൈദ്യുതി 49,000 മില്യൺ യൂണിറ്റ് ആയിരുന്നു. അതിന്റെ ഒരു വർഷം കഴിഞ്ഞ് അതേ സമയത്ത് ഈ ഒരു കൊല്ലം കഴിഞ്ഞ് 12 മാസം കഴിഞ്ഞപ്പോൾ ഇപ്പം നമ്മൾ പീക്ക് ടൈമിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന 59,000 മില്യൺ യൂണിറ്റ് വൈദ്യുതിയാണ്. അപ്പൊ 10,000 മില്യൺ വൈദ്യുതി കേരളീയർ, മലയാളി സമൂഹം കഴിഞ്ഞ 12 മാസം കഴിഞ്ഞപ്പോൾ കൂടുതൽ ഉപയോഗിക്കുകയാണ്. ആ ഒരു സാഹചര്യം കൂടെ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഉപഭോഗം കൂടി വർദ്ധിപ്പിച്ച 10,000 മില്യൺ യൂണിറ്റ് വർദ്ധിച്ച ഒരു സാഹചര്യത്തിൽ അതുകൂടി വിലയിരുത്തിക്കൊണ്ട് വേണം നമ്മൾ ഈ പ്രതിസന്ധിയെ വിലയിരുത്താൻ. അല്ലാതെ കേരളത്തിന്റെ ഉൽപാദനത്തെ കുറിച്ച് നിങ്ങൾക്ക് ഏവർക്കും അറിയുന്ന ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ എല്ലാ വ്യക്തികൾക്കും, നിങ്ങൾക്ക് ഈ ചാനലിന്റെ ആളുകൾക്കും ലേഖകന്മാർക്കും അറിയാവുന്നതാണ്. നമ്മുടെ പല ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ടുകളും തീരാനുള്ള കാലതാമസം, അവിടുന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള കാലതാമസം. തീർച്ചയായും അത്തരം വിഷയങ്ങളിലേക്ക് വരാം. ശ്രീ അഡ്വക്കേറ്റ് ബാബു പ്രസാദ്, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ CR നീലകണ്ഠൻ, കാരണങ്ങൾ എന്തുതന്നെയും ആയിക്കൊള്ളട്ടെ, നമ്മൾ പോകുന്നത് ഇരുട്ട് നിറഞ്ഞൊരു കാലത്തേക്കായിരിക്കും എന്നതിനുള്ള സൂചനകളാണ് ലഭിക്കുന്നത് എന്ന് പറയുന്നു ആളുകൾ. അങ്ങനെയാണെങ്കിൽ ആസൂത്രണത്തിലെ പിഴവാണോ അല്ലെങ്കിൽ സ്വാഭാവികമായി മഴ കുറഞ്ഞതുകൊണ്ടുള്ള പ്രതിസന്ധിയാണോ നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്? ഇത് പൂർണ്ണമായും ഈ ആര്യാടൻ മുഹമ്മദ് നല്ല ആളാണോ എന്നല്ല ചോദ്യം. കേരളത്തിലെ വൈദ്യുതി രംഗം വൻതോതിൽ ആസൂത്രണത്തിന് തകരാറുള്ള ഒരു രംഗമാണ്. എല്ലാ കാലത്തും, ഒരു ഗവൺമെന്റിന് ഞാൻ പ്രത്യേകം പറയുന്നില്ല, എല്ലാ ഗവൺമെന്റ് കാലത്തും അതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. കാരണം ഇപ്പോ അവർക്ക് ആവശ്യമുള്ള കണക്ക് അപ്പോഴുണ്ടാക്കും. ഇപ്പൊ ഈ കണക്കുകൾ മുഴുവൻ നിങ്ങൾ കഴിഞ്ഞ 10-15 വർഷമായി അല്ലെങ്കിൽ 20 വർഷമായി അല്ലെങ്കിൽ 30 വർഷമായി കേരളത്തിൽ വന്നിട്ടുള്ള കണക്ക് പരിശോധിക്കുക. ഈ കണക്കുകളൊക്കെ തമാശയാണ്. ഡിമാൻഡ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ പരമാബദ്ധ. സൈലന്റ് വാലി കാലത്ത് സമരം മുതൽ ഇന്നുവരെ നമ്മൾ ഡിമാൻഡ് പ്രൊജക്ഷൻ, ഓരോ പവർ സർവേയുടെ ഡിമാൻഡ് പ്രൊജക്ഷൻ എടുത്താൽ ഒരു ബന്ധവുമില്ല.
അതത് കാലത്ത് വൈദ്യുതി ക്ഷാമം ഉണ്ടാവും. ഒരു ദിവസം വൈദ്യുതി ക്ഷാമം ഉണ്ടാവും, പിറ്റേ ദിവസം വൈദ്യുതി ക്ഷാമം ഉണ്ടാവില്ല എന്ന് കണക്കുണ്ടാക്കും. ഒരേ എഞ്ചിനീയർമാർ അപ്പുറത്തുപ്പുറത്തിരുന്നു. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. 1997-98 കാലത്ത് ഇപ്പൊ ലാവലിനാണല്ലോ വിവാദം. യഥാർത്ഥത്തിൽ ലാവലിനല്ല, എൻറോൺ വിവാദം ഉണ്ടായിരുന്നു കേരളത്തിൽ. എൻറോണിൽ താപനിലയം കൊണ്ടുവരാൻ ഒരു ദിവസം ശ്രീ പിണറായി വിജയൻ മന്ത്രിയായിരുന്നപ്പോൾ എൻറോൺ വന്നില്ലെങ്കിൽ കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാവും, മലബാർ വൈദ്യുതി ഉണ്ടാവില്ല എന്നൊരു കണക്ക് വന്നു. അത് കഴിഞ്ഞ് പിണറായി വിജയൻ പോയി ശർമ്മ മന്ത്രിയായതോടുകൂടി നേരെ അതേ ഉദ്യോഗസ്ഥരുടെ വേറൊരു കണക്കിട്ടു. എൻറോൺ വന്നാൽ കേരളം തകർന്നു പോകുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഇത് ആസൂത്രണം. ഇപ്പൊ അതുപോലെ ഡീസൽ നിലയം കേരളത്തിൽ കൊണ്ടുവന്നത് ഇപ്പൊ കൊച്ചിയിൽ ആരും ചർച്ച ചെയ്യുന്നില്ലല്ലോ. കൊച്ചിയിലെ BSESന്റെ നിലയം, റിലയൻസിന്റെ നിലയം, BSES എന്ന് പറഞ്ഞാൽ റിലയൻസ് എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും പ്രിയപ്പെട്ടവരാ റിലയൻസ്. ഈ 1800 കോടി രൂപയോളം കേരളത്തെ വെട്ടിച്ചു റിലയൻസിന്റെ ഈ BSES നിലയം. ആരാ ചർച്ച ചെയ്തേ? വൈദ്യുതി ബോർഡിന്റെ സാമ്പത്തിക പ്രതിസന്ധി, അതിന്റെ സാങ്കേതിക പ്രതിസന്ധി നേരത്തെ പറഞ്ഞു. നിരവധി നിലയങ്ങൾ, തുടങ്ങിയ നിലയങ്ങൾ പകുതി കിടക്കുന്നു. എത്രായിരം കോടി രൂപ ചെലവാക്കി നിർമ്മാണം ആരംഭിച്ചിട്ട്. ഡീസൽ പോലെയുള്ള നിലയങ്ങൾ എന്തിനാ കൊണ്ടുവന്നത്? താങ്ങാൻ പാടില്ലാത്ത നിലയങ്ങൾ. കായംകുളം വൈദ്യുതി നിലയവുമായി ബന്ധപ്പെട്ടുണ്ടായ കരാറുകൾ, അന്ന് നാഫ്ത വളരെ വില കുറവാണ്, അതുകൊണ്ട് നാഫ്തയാണ് ഇനി രാജ്യത്ത് സംരക്ഷിക്കാൻ പോകുന്നതെന്ന് കണക്കുണ്ടാക്കി. പക്ഷെ എന്ത് പറ്റി? 4000 രൂപയുടെ നാഫ്ത 19,000 രൂപ ടണ്ണിന്. ശ്രീ നീലകണ്ഠൻ, ആ വിഷയത്തിലേക്ക് വിശദമായി പോകുന്നതിന് മുമ്പ് നമുക്ക് മുന്നിൽ അടിയന്തരമായുള്ള സ്ഥിതി, നമ്മൾ സാധാരണ കാലവർഷത്തെ ആധാരമാക്കിയാണ്, കാലവർഷത്തിൽ ലഭിക്കുന്ന മഴയ്ക്ക് അടിസ്ഥാനമായിട്ടാണ് നമുക്ക് വൈദ്യുതി സംബന്ധിച്ചുള്ള ആവശ്യങ്ങൾ നിവർത്തിക്കേണ്ടത്. ഇത്തവണ കാലവർഷം വളരെ ദുർബലമാണ്, ദുർബലമാവുക തന്നെ ചെയ്യും. ഇനി അങ്ങോട്ടും അങ്ങനെയായിരിക്കുമെന്നാണ് നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. അങ്ങനെയാണെങ്കിൽ അതിനെ അതിജീവിക്കാൻ സാധിക്കുകയില്ല എന്ന് ഇപ്പോൾ തന്നെ പ്രവചിക്കാവുന്നതല്ലേ ഉള്ളൂ. അല്ല, ഇവിടെ ഈ കാലവർഷത്തിൽ വ്യതിയാനം ഉണ്ടാകുമെന്ന് നമ്മുടെ നാട്ടിൽ ആർക്കാണ് അറിയാത്തത്? എത്ര കൊല്ലമായി കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ച് നമ്മൾ പറയുന്നു. കഴിഞ്ഞ വർഷം നമുക്ക് കണ്ടമാനം മഴ കിട്ടി. പക്ഷെ മഴ കിട്ടിയിട്ട് എന്താ കാര്യം ഉണ്ടായി? ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മുടെ വൈദ്യുതി ഇല്ലാണ്ടായി. അപ്പൊ യഥാർത്ഥത്തിൽ മഴ എന്ന് പറയുന്നത്, കാലവർഷം എന്ന് പറയുന്നത്, അതിനെ ആശ്രയിച്ചുള്ള ഒരു വൈദ്യുതി ആസൂത്രണം ഇനി നടക്കാൻ പോകുന്നില്ല. കാരണം അത് വന്നാൽ ഈ കുഴപ്പമുണ്ടാവും. അതിനപ്പുറത്ത് ഇപ്പോ പാരമ്പര്യേതര സോഴ്സുകൾ അല്ലെങ്കിൽ പരമ്പരാഗത, ഞാൻ അർത്ഥത്തിലേ പറയുള്ളൂ, സോഴ്സുകൾ ഉപയോഗിക്കണമെന്ന് നമ്മൾ എത്ര കാലമായി പറഞ്ഞിട്ട്. തമിഴ്നാട് ഇപ്പോൾ ഉണ്ടാക്കുന്ന കാറ്റിൽ നിന്നുള്ള വൈദ്യുതി, സോളാർ പോലെയുള്ള സാമ്പത്തിക അതിന്റെ വൈദ്യുതി സ്രോതസ്സുകൾ, അതിന്റെ എത്ര ശതമാനം കേരളം ഉണ്ടാക്കുന്നുണ്ട്? കേരളം ഉണ്ടാക്കുന്നില്ല. കേരളത്തിലിട്ടതൊക്കെ പൊളിഞ്ഞുപോയി എന്ന് മാത്രമല്ല, ഒരുപാട് തട്ടിപ്പുകൾ അതിനകത്ത് നടന്നു. ഞാൻ അതിലേക്ക് ഓരോന്നിനും കിടക്കുന്നില്ല. അപ്പോൾ പാരമ്പര്യേതര സ്രോതസ്സുകൾ നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞില്ല. യഥാർത്ഥത്തിൽ വരും കാലത്തെ സ്രോതസ് അത് മാത്രമാണ്. അതിനു പകരം നമ്മൾ വേറെ ബന്ധമില്ലാത്ത സ്രോതസ്സുകളുടെ പേരിൽ, ഇപ്പൊ ആതിരപ്പള്ളിയുടെ പേരിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. മഴയില്ലാതായ ആതിരപ്പള്ളി എന്തിനാ, വേറെ എന്തിനാ? ഇടുക്കി പോലും ഉപയോഗശൂന്യമാവുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ എത്താൻ പോവുക. അപ്പൊ അതിനപ്പുറത്തേക്ക്, മൂക്കിനപ്പുറത്തേക്ക് കാണാൻ പറ്റില്ല. കാരണം കണ്ടാൽ അതിൽ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇതിന്റെ ലാഭനഷ്ട കണക്കുകൾ ഞാൻ ഒരു ഗവൺമെന്റ് എന്നല്ല, ഇത് താൽക്കാലികമായി അപ്പോഴത്തെ ആവശ്യത്തിന് ഉണ്ടാക്കുന്ന കണക്കുകൾ, കള്ളക്കണക്ക് എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ തെറ്റല്ല, അത് വച്ച് ആസൂത്രണം നടത്തിയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. നീലകണ്ഠൻ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. മുൻ വൈദ്യുതി മന്ത്രി ശ്രീ AK ബാലൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ AK ബാലൻ, വലിയ പ്രതിസന്ധി കാലമാണോ വരാനിരിക്കുന്നത്? വലിയ ഇരുട്ട് ഉള്ള രാത്രികളിലൂടെയും പകലുകളിലൂടെയും ആകുമോ നമ്മൾക്ക് പോകേണ്ടി വരിക? ആണെങ്കിൽ ആരാണ് അതിന് ഉത്തരവാദി? സർക്കാരിന്റെ ഏത് വിധത്തിലുള്ള ആസൂത്രണ പിഴവാണ് ഈ പ്രതിസന്ധി കാലത്തിന്